നമസ്കാരം, എല്ലാവർക്കും മധുരൈ സെക്കൻഡ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാനും ഉണ്ണിച്ചേട്ടനും കൂടി ചുമ്മാ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വയൽ പോലെ ഉണ്ട്, ഒരു പാടം, ബാക്കിൽ മലയുമൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ അവിടെ കുറച്ച് റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ഉണ്ണിച്ചേട്ടനും കൂടി പോയതാണ് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. വാടിപ്പട്ടി. ഓക്കെ, നമ്മൾ മധുരൈ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പിൾ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഒത്തിരി ക്ഷേത്രങ്ങളുള്ള ഒരു നഗരമാണ് മധുരൈ. അപ്പോൾ മധുരൈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് മീനാക്ഷി സുന്ദരേശ്വർ ക്ഷേത്രം. അപ്പം ഈ മീനാക്ഷി സുന്ദരേശ്വർ ക്ഷേത്രം ശരിക്കും വൈഗൈ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ വൈഗൈ നദി കുറുകെയുള്ള പാലത്തിൽ കൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. എൻ്റെ വലത്തെ സൈഡിൽ കാണുന്നത് വൈഗൈ നദിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ മീനാക്ഷി ക്ഷേത്രത്തിലെ ചിത്തിര തിരുവിഴ, അതായത് ചിത്ര ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ചിത്ര ഉത്സവത്തിന് വേണ്ടിയിട്ട് ഈ മധുരൈ ക്ഷേത്രത്തിൻ്റെ 4 ദിക്കിലും വളരെ മനോഹരമായിട്ടുള്ള ഗോപുരങ്ങൾ പണിതിട്ടുണ്ട്. ആ ഗോപുരമാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റും. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 4 ഗോപുരങ്ങളും ഈ പറഞ്ഞ കണക്ക് അലങ്കരിച്ചിട്ടുണ്ട്. അലങ്കരിച്ച ഗോപുരം നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അപ്പം ഒത്തിരിയും ഹിസ്റ്ററിയും ഒത്തിരി മിത്തോളജിയും ഒക്കെ ഇടകലർന്ന് കിടക്കുന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു നഗരിയാണ് ശരിക്കും പറഞ്ഞാൽ മധുരൈ. അപ്പം ആ മധുരയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ആ മീനാക്ഷി ക്ഷേത്രമാണ്. ആ മീനാക്ഷി ക്ഷേത്രത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചിത്ര തിരുവിഴ ഈ മാസമാണ് ശരിക്കും നടക്കുന്നത്. ഈ മാസം 21-ാം തീയതിയാണ് ചിത്ര തിരുവിഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനാക്ഷിയുടെയും സുന്ദരേശ്വരുടെയും, അതായത് ശിവന്റെയും പാർവതിയുടെയും കല്യാണമാണ് അത് സിംബലൈസ് ചെയ്യുന്നത്. ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബിസി ആയിട്ടുള്ള സമയങ്ങളായിരിക്കും, വളരെ ഉത്സവമായിട്ടുള്ള സമയമായിരിക്കും മധുരയിൽ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് വൈഗൈ നദിയാണ്. വൈഗൈ നദിയുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് മീനാക്ഷി ക്ഷേത്രം. അതിൻ്റെ 4 ഗോപുരങ്ങളും അവർ ലൈറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, കുറച്ച് ദൂരെയാണ്. അതാണ് മീനാക്ഷി ക്ഷേത്രം. സൂപ്പർ അല്ലേ? 21-ാം തീയതിയാണ് ഇവിടുത്തെ ഉത്സവം. അളകർ എന്ന് പറയുന്നത് പരമശിവൻ വിഷ്ണുവാണ്. അത് മീനാക്ഷിയുടെ ബ്രദറാ. സോ പുള്ളി ഈ സുന്ദരേശ്വരമായിട്ടുള്ള കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് വരും. അപ്പോൾ പുള്ളിക്ക് ഒരു ചെറിയ സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ പുള്ളി ഈ സെറ്റപ്പിന്റെ വീട്ടിൽ പോയിട്ട് പുള്ളിക്ക് കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ പുള്ളിക്ക് കല്യാണം മിസ്സാകുന്നതായിട്ടൊക്കെയാണ് ഇതിന്റെ ഐതിഹ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് എന്നിട്ട് അളകർ ഈ പറഞ്ഞക്ക് കുളിക്കാനായിട്ട് ഇവിടെ ആറ്റിലിറങ്ങും. അളകർ ആറ്റിലിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. പുള്ളി കുളിക്കാനായിട്ട് ഈ വൈഗൈ ആറ്റിലിറങ്ങുന്ന സംഭവം. അതൊക്കെ ഈ ചിത്ര തിരുവഴയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളാണ്. ഉണ്ണിച്ചേട്ടൻ ഈ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ലാസ്റ്റ് അളകർ കോവിൽ നിങ്ങൾ കേട്ടില്ലേ?
ഞങ്ങൾ കഴിഞ്ഞ തവണ മധുരയിൽ വന്നപ്പം അച്ഛനും അമ്മയൊക്കെ ഞങ്ങളോട് ഉണ്ടായിരുന്നപ്പം ഞങ്ങൾ എല്ലാവരും കൂടി അളകർ കോവിൽ പോയായിരുന്നു. വലിയൊരു ക്ഷേത്രമാണത്. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ആ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കയറി കാണണം കേട്ടോ. ഒന്നും പറയണ്ട, നമ്മുടെ സീറ്റിൽ പോയിരുന്നാ മതി. ബർത്ത്ഡേ രണ്ടുപേരുടെ, ജോജോയുടെയും നമ്മുടെ അമ്മൂസന്റെ. ബാർബിക്യൂ നേഷൻ തുടങ്ങി. നമ്മളിത് വണ്ടി അപ്പോൾ ബാർബിക്യൂ നേഷന്റെ ഫുള്ള് ക്ലോസ് ആയിരിക്കും. ഇതിന് മാത്രമായിരിക്കും കട ഓപ്പൺ. അകത്തോട്ട് വരുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ സർവീസ് ആണ്, ഫ്രീ സർവീസ്. ആരാണ് വന്നത് നമ്പർ മാത്രം പറഞ്ഞു തരും. നമുക്ക് അകത്തുണ്ട്. അതുപോലെ ഇവിടെ ഇങ്ങനെ പെട്ടിയാണ്. പെട്ടിക്കകത്താണ് ഗ്രില്ല് കൊണ്ടുവരുന്നത്. നമുക്ക് ഫ്രീ ആയിട്ടാണ് സർവീസ് വരുന്നത്. 2 മിനിറ്റ് ഇപ്പൊ ഇവിടെ ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ പ്ലേറ്റിന്റെ തറയിലെടുത്ത് വെക്കുക. വെച്ചിട്ട് ഇപ്പൊ സർവീസ് ഫുള്ള് തറയിൽ ഫുള്ള് ചൂടായിട്ടുള്ള സാധനം അല്ലെങ്കിൽ ഗ്രില്ല്. ജോജോ പറഞ്ഞോ. നമ്മളവിടെ പോയി ചുമ്മാ പുറത്ത് തന്നെ 2 പ്ലേറ്റ് പാനിപ്പൂരി ആണല്ലേ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല, ഇനി കഴിക്കണ്ട കേട്ടോ. തട്ടല്ലേ തട്ടല്ലേ ജോജോ, അവര് കൊടുക്കും. ജോജോ എങ്ങനെയുണ്ട്? അമ്പസേക്ക് മതിയായി, ആ ഒരു കൊതി മാറി കിട്ടി. ഞങ്ങളെ രണ്ടുപേരെ എല്ലാരും ഒരുമിച്ചാണ് കഴിക്കുന്നത്. നമ്മളിവിടെ ആദ്യം വന്ന് കയറുമ്പോൾ
ആദ്യം വന്ന് കയറുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ വന്ന് ഗ്രില്ല് പ്ലേറ്റ് വരും. ഇതിനകത്ത് ഫുള്ളും ചൂടായിരിക്കും. നമ്മൾ കൊണ്ടുവരുന്ന ഗ്രില്ല് അതേപോലെ തന്നെ മാനർ ചെയ്ത് ചൂടായി വെക്കാനായിട്ടാണ് ഈ സാധനം കൊണ്ടുവന്ന് വെക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടോ എന്ന് ചോദിക്കും. എനിക്കും മാധവിനും ഇന്ന് ഏപ്രിൽ ഹാപ്പി ബർത്ത്ഡേ ആണ്. അത് വെച്ചാണ് ഞങ്ങൾ സെലിബ്രേഷൻ. അതുകൊണ്ട് അവർ ലാസ്റ്റ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് നല്ല ഒന്നാമത് സെലിബ്രേഷനായി വെക്കും. അതാണ് ഈ ബാർബിക്യൂ നേഷൻ മധുരയിലുണ്ട്. അത്രയും ഇവിടെ വന്നിട്ട് ഒറ്റ പ്രാവശ്യം വന്നിട്ടുള്ളൂ. അത് കാർത്തികിന് ഹാപ്പി ബർത്ത്ഡേക്ക് ആയിരിക്കും. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാർത്തികിൻ്റെ അയ്യയുടെ ഹാപ്പി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും. അവർ ഫാദർ നിർമ്മൽ, മിസ്റ്റർ സ്നോജി. ആര് കളിയാക്കുന്നു? എല്ലാ പ്രോസസ് ഓക്കെ. barbecue watermelon and tandoori soya. Soya. These all veg, okay? All veg. Okay. No vegetable. Okay, okay. Please, please. Yes, yes, yes. Yes, ma'am. This month was the Ramadan festival, sir. Okay. Like from that. Okay. Every day from that. Okay. So, a lot of parents are like, Ali, taking up out. So, Okay. go and take this. Okay. Then we will have a look first actually what are the things available. ഞങ്ങള് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാറിയേ എന്ത് പാടി മോനിന്ന് കഴിക്കാൻ പോയിരുന്നത് പിക്കിൾ അങ്ങനത്തെയൊക്കെ സാധനമുണ്ട്. നമുക്ക് ക്യാരറ്റ് ഉണ്ട്. എല്ലാം നമുക്ക് ഈ പ്ലേറ്റ് എടുത്ത് ഓർഡർ ചെയ്യാം. ഫ്രീ, എല്ലാം ഫ്രീ. അത് ഇതിനകത്ത് പിന്നെ ഇത് ഗുലാബ് ജാം. ഇതെന്താണെന്ന് അറിയത്തില്ല. ഇത് ഐസ്ക്രീം സ്കൂപ്പ് എടുക്കാനായിട്ടുള്ളതാണ്. ആപ്പിൾ, വാട്ടർമെലൺ, പപ്പായ. അത് കഴിഞ്ഞ് ഇത് പിന്നെ ഇതിലടിയിൽ ചെറുതായിട്ട് തീ കൊടുക്കണം. ഇത് കഴിഞ്ഞു പാനിപ്പൂരി എല്ലാം ഇതാണ്. പാനിപ്പൂരി, കുൽഫി, എല്ലാ ഐസ്ക്രീമും ഇതിനകത്തും. ഇവിടെ മെയിനായിട്ടുള്ള പാനിപ്പൂരി അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ പ്ലേറ്റ് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് കറികൾ വരുന്നുണ്ട്. മേലുണ്ട് ചെട്ടിനാട് ചിക്കൻ, മുട്ടക്കറിയാണ്, അതെ, എഗ് മസാല, എഗ് മസാല. അമ്മയുടെ റെഡി ഇത് ഓപ്പൺ ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പത്തേക്ക് വരുവാണെങ്കിൽ പനീർ ബട്ടർ മസാലയും ഇത് പാവയ്ക്ക വറുത്തത്, പാവയ്ക്ക വരുന്നത്. ഇത് നൂഡിൽസ് തീർന്നു, നൂഡിൽസ് ഫിനിഷ്. ഇത് പിന്നെ നൂഡിൽസ് കഴിഞ്ഞു, നൂഡിൽസ് കഴിഞ്ഞു. പാസ്ത. ഇത് പനീർ ആൻഡ് വെജ് ദം ബിരിയാണി. പനീർ ആൻഡ് വെജ് ബിരിയാണി അല്ല, ഇത് സ്റ്റീം റൈസാണ്, സ്റ്റീം റൈസ്. ഗീ റൈസ്.
ഇതിലോട്ട് വരുവാണെങ്കിൽ പൊട്ടറ്റോ, ആലു ഗോബി, ആലു ഗോബി, കറി, 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 പനീർ പനീർ. പനീർ ടിക്ക മസാല ഇത്രയാണ് വരുന്നത്. പിന്നെ നമ്മൾ അവിടെ നമ്മൾ അങ്ങോട്ട് പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ഭക്ഷണം കഴിച്ചിട്ട് പകുതി ആകുമ്പോഴത്തേക്ക് അവർ അതിനകത്ത് ഐസ് ഇട്ടുണ്ട്. നമുക്ക് കൊണ്ടുവന്ന് ജ്യൂസ് വരും. അതാണ് ജ്യൂസ് കൗണ്ടർ. അത് കഴിക്കുമ്പോൾ എല്ലാം സെറ്റാണ്. Pineapple. Mushroom. Okay. ചിക്കൻ ഉണ്ടോ? നിർത്തിയോ മോൻ? ഇതാണ് നിർത്തിയോ? അവൻ അവിടെ പോയാ അവിടെ അല്ല എന്തെങ്കിലും എടുക്കുന്ന കഴിക്കുന്നു. പൊട്ടറ്റോ, പൈനാപ്പിൾ ആണോ? कैप्सिकम ऑनियन लेकिन प्रॉन्स नहीं है. मुश्किल नहीं. Okay, welcome sir. आपका one veg और non-veg and 2 kids. ഓക്കെ ഓക്കെ. എന്റെ പ്ലേറ്റ് നോക്കി, നിങ്ങളുടെ എല്ലാവരും പ്ലേറ്റ് ക്ലീൻ ആയി. ഈ ചിക്കന്റെ ലെഗ് പീസേ ഒന്നുകൂടെ ഒന്നുകൂടെ കിട്ടുമോ, അത് അവിടെ പോയി എടുക്കണോ? അവിടെ മതി അല്ലേ? ഇതെന്താണ്? പ്രോൺസ് അല്ലേ? ഇതിന്റെ പ്ലേറ്റ് മൊത്തം പ്രോൺസ് ആണോ? ഫുൾ പ്രോൺസ്. चिकन लेके आए ना पीस तो बारबेक्यू वाला है अभी बाकी चिकन 10 पीस चिकन लेना എന്തോ 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 കാർത്തി, എന്താ പ്രശ്നം? എന്താ 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 വിട്ടേ? കുക്കുമ്പർ തന്നെ കേട്ടോ ഒഴിക്കുന്നത് ചേച്ചി. ഞാനോ? ഞാൻ സ്വീറ്റിലാണ് കഴിച്ചത്, ഇതിൽ കഴിച്ചില്ല. ഞാനൊരു വീഡിയോ എടുക്കാനായിട്ട്. വേണ്ടോ? ഇതും വേണോ?
മതിയോ? ഞാൻ ഡൽഹി ടൈപ്പ് കഴിച്ചിട്ടുള്ള പിന്നെ അങ്ങനെ കഴിച്ചു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വേറെ സെറ്റപ്പാണ്, അതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഒരു തവണ കഴിച്ചാൽ വയറ് നസുഖമായിട്ട് നമ്മൾ നിർത്തുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, വെജിറ്റബിൾസ് ഒന്നും വേണ്ട. വന്ന് കയറിയ സമയത്ത് വീഡിയോ പോലെ എടുക്കാൻ കുഞ്ഞ് നമ്മൾ നടക്കുകയാണ്. ഇവിടെ എനിക്കൂടെ എനിക്ക് പൊന്നമ്മച്ചി രാത്രി ഉറങ്ങാൻ പറ്റാതെ നോക്കിയിരിക്കേണ്ടി. ഒരു പീസ് കഴിച്ചോ? രണ്ടും മൂന്നും മൂന്നാമത്തെ തണ്ണിമത്തം കഴിച്ചു. എത്ര വേണം കഴിച്ചു? ഇത് ഫേക്കാണ്, ഞാൻ പറയാം. ഫുൾ ഫേക്കാണ് ഇത്. പിന്നെ നമ്മളിപ്പോൾ കാത്തൂരിനാണെങ്കിലും അച്ഛനാണെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ ഫാമിലി ആരെയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് അരമണിക്കൂർ ക്ലാസ് തമാശല്ല. എങ്കിലേ അവർക്ക് ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ സ്റ്റാർട്ടറാണ് മെയിൻ. സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ഫിഷ്, ചിക്കൻ, പ്രോൺസ്. അത് ബെസ്റ്റാണ്. അത് മിനിമം മസാലയിൽ വേവ് തന്നെ വേവും കറക്റ്റായിട്ട് ഹാഫ് കുക്കിലാണ് പക്ക. പിന്നെ അതല്ലാതെ എല്ലാം ബിരിയാണി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, പാസ്ത, ചിക്കൻ കറി, ദോശ, എല്ലാം വരുന്നു. പിന്നെ ഫ്രൂട്ട്സ്, എല്ലാ വെജിറ്റബിൾസും, എല്ലാ സലാഡ്സും, ഐസ്ക്രീം, ഇത് ഒരു പാത്രം എടുത്താൽ മതി. പകുതിയോ അത് കഴിച്ചോളൂ. കറിക്ക് മറ്റേ BBQ നേഷൻ മധുരൈ. ഉണ്ണിച്ചേട്ടനും ആശ്ചേച്ചിക്കുമാണ് ഞങ്ങൾ താങ്ക്സ് പറയുന്നത്. നിങ്ങളാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. അടിപൊളി. വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ തകർത്ത തരിപ്പണമായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. കുമ്പ നിറച്ചു, മനസ്സ് നിറഞ്ഞു. നല്ല രുചികരമായ നല്ല ഫ്രഷ് ഭക്ഷണം കഴിച്ചതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയത്. വളരെ നല്ല സർവീസും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പ്ലേറ്റിന് 800 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പൊ ആ ഒരു തുകയിൽ നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ എന്തൊക്കെ ഭക്ഷണം അവൈലബിൾ ആണോ അത് എത്ര ക്വാണ്ടിറ്റിയിൽ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അതിലൊരു പ്രശ്നവുമില്ല. അത് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആണ്. പിന്നെ ടേസ്റ്റ് വേറെ ലെവൽ. കുട്ടികളും ഞങ്ങളും ഒക്കെ ഒരുപോലെ അടിച്ചു പൊളിച്ച് ഭക്ഷണം കഴിച്ചു. മാത്രമല്ല ഉമ്പുസയുടെയും ജോജോയുടെയും ഒക്കെ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്തു. വരുമ്പോൾ തന്നെ നമ്മളോട് ചോദിക്കും ബർത്ത്ഡേ വല്ലതും ഉണ്ടോന്ന്. അങ്ങനെ അവിടെ കേക്കൊക്കെ മുറിച്ചു, അതും ആഘോഷിച്ചു. അടിപൊളിയായിട്ട് ഞങ്ങൾ ഇറങ്ങി. താങ്ക്